ഓക്കെ, അടുത്ത ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കിന്ന് വെജിറ്റബിളിലെ പൊട്ടാസ്യം എല്ലാം കുറച്ച് നമുക്ക് എങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ക്രിയാറ്റിനൊക്കെ കൂടുന്നതിന് മെയിൻ കാരണം പൊട്ടാസ്യമാണ്. അപ്പോൾ അങ്ങനെ പൊട്ടാസ്യം കൂടുതൽ ഉള്ളവർക്ക് വെജിറ്റബിൾ കഴിക്കാൻ പാടില്ല, ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല, ഒരു പഴവർഗ്ഗങ്ങളും കഴിക്കാൻ പാടില്ല. അതുപോലെ വെജിറ്റബിൾ ഡയറക്റ്റ് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യത്തിന് കേടാണ്. അപ്പോൾ നമുക്ക് പൊട്ടാസ്യം കളഞ്ഞ് എങ്ങനെ നമുക്ക് വെജിറ്റബിൾ ഉപയോഗിക്കാമെന്നാണ് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു സാമ്പാർ വയ്ക്കാൻ ഇവിടെ എടുത്തേക്കുന്ന കഷ്ണം എന്താണെന്ന് വെച്ചാൽ, ഇത് കുമ്പളങ്ങ, ഇത് പടവലങ്ങ, ഇത് മത്തങ്ങ, ഇത് ചീന അമരയ്ക്ക, 2 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, മല്ലിയില, തക്കാളി അതിൻ്റെ അരി കളഞ്ഞ്, തക്കാളിയുടെ അരി ഉപയോഗിക്കാൻ പാടില്ല, അത് കളഞ്ഞിട്ട് അതിൻ്റെ സ്കിൻ മാത്രം കട്ടിക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഒരെണ്ണം മാത്രം എടുത്താൽ മതി. പിന്നെ ഒരു 2 മുരിങ്ങയ്ക്ക, പിന്നെ ഗ്യാസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു വെണ്ടയ്ക്ക കട്ട് ചെയ്തത്. ഇത്രയും വെജിറ്റബിൾ മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഈ വെജിറ്റബിൾ വെച്ച് പൊട്ടാസ്യം കളഞ്ഞ് എങ്ങനെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. പിന്നെ ഇതിനാവശ്യമായിട്ട് കുറച്ച് തുമരപ്പരിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് പൊട്ടാസ്യം കൂടുതലുള്ളവർക്ക് എരിവ് കൂടാൻ പാടില്ല. അപ്പോൾ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കായം ഇതുപോലെ കഷ്ണക്കായം ഇട്ടേക്കുന്നത്, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ പുളിയും ഈ പൊട്ടാസ്യം ഉള്ളവർ കുറയ്ക്കണം. അപ്പം പുളി കുറച്ച്, പിന്നെ ശകലം മഞ്ഞൾ പൗഡർ. പിന്നെ ഇതിനുപയോഗിക്കുന്നത് കല്ലുപ്പാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിന് പൊട്ടാസ്യം കുറവാണ്. ബാക്കി എല്ലാ ഉപ്പിനും പൊട്ടാസ്യം ഉണ്ടോയെന്ന് അത്രയും സാധനം ഉപയോഗിച്ചാണ് നമ്മളിന്നിവിടെ സാമ്പാർ വയ്ക്കുന്നത്. ഇത് പൊട്ടാസ്യം കളയാനായിട്ട്, നമുക്കിപ്പോൾ പൊട്ടാസ്യം ഇല്ലാതാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ വെജിറ്റബിളെല്ലാം ഒന്ന് പുഴുങ്ങിയെടുക്കണം. കുറച്ച് വെള്ളത്തിൽ നല്ലതായിട്ട് ഒരു 2-3 പ്രാവശ്യം തിളച്ച് ഈ വെജിറ്റബിളെല്ലാം നല്ലതായിട്ടൊന്ന് തിളപ്പിക്കാൻ നമുക്ക് ഒരു പാത്രത്തിലിടാം. ഈ പാത്രത്തിൽ ഇരുന്ന എല്ലാ പച്ചക്കറികളും കൂടെ ഞാനൊരു സ്റ്റീൽ പാത്രത്തിലോട്ടിട്ടു. ഇതിനകത്ത് ഉള്ളിയുണ്ട്, മത്തങ്ങയുണ്ട്, മല്ലിയിലയുണ്ട്, കറിവേപ്പിലയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, എല്ലാ വെജിറ്റബിളും ഉണ്ട്. ഞാൻ ഇവിടെ എടുത്ത എല്ലാ വെജിറ്റബിളും ഒരു പാത്രത്തിനകത്തിട്ട് നമുക്ക് ഇനി വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ എടുത്ത വെജിറ്റബിള് പൊട്ടാസ്യം കളയാൻ വേണ്ടി എല്ലാ പച്ചക്കറികളും നമ്മൾ എടുത്തിട്ടുള്ള സാമ്പാറിന് എടുത്തിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും നമുക്കൊന്ന് വെള്ളത്തിൽ തിളപ്പിക്കാം. ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഈ വെജിറ്റബിളിലുള്ള പൊട്ടാസ്യം എല്ലാം വെള്ളത്തിൽ പോകുകയും പൊട്ടാസ്യം ഇല്ലാത്ത വെജിറ്റബിൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. അതിനുവേണ്ടി നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളയ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾ തിളച്ചൊന്ന് നോക്കാം. ഈ വെജിറ്റബിൾ നല്ലതായിട്ട് തിളച്ച് ഇതിനകത്തുള്ള പൊട്ടാസ്യം എല്ലാം ഈ വെള്ളത്തിലായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ നമ്മൾ വെജിറ്റബിൾ തിളപ്പിക്കുക. ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾ ഒരു നെറ്റിനകത്തോട്ട് ഇടാവുന്നതാണ്. ഇതുപോലെ നമ്മൾ തിളപ്പിച്ചിട്ട് ഇതേപോലെ വെജിറ്റബിൾ നമ്മൾ ഒരു നെറ്റിനകത്ത് ഇട്ട് ആ വെള്ളം എല്ലാം ഇതേപോലെ മാറ്റിക്കളയണം. ഇത് നമ്മൾ 2 മിനിറ്റ് ഇതേപോലെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വെജിറ്റബിളിനകത്തുള്ള വെള്ളമെല്ലാം
പിന്നെ ഈ വെജിറ്റബിൾ വലിയ ഗുണമില്ല, പക്ഷേ പൊട്ടാസ്യം ഫുള്ള് ഈ വെജിറ്റബിളിൽ നിന്ന് മാറുന്നതായിരിക്കും. പൊട്ടാസ്യം കുറവായിട്ട് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതൊരു വെജിറ്റബിൾ ജ്യൂസാണ്. ഇതിനകത്തോട്ട് ഒന്ന് ശകലം കുരുമുളക് പൊടിയും എല്ലാം കൂടെ ഒരു കടുക് വറുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് അല്ലാത്ത ആൾക്കാർക്ക് ഇത് വെജിറ്റബിൾ ജ്യൂസായിട്ട് കുടിക്കാവുന്നതാണ്. പക്ഷേ പൊട്ടാസ്യം കൂടുതലുള്ളവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളിതുപോലെ വെള്ളം തിളപ്പിച്ച് മാറ്റുന്നത്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾ ഒരു 5 മിനിറ്റ് ഈ പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേന് ഈ വെജിറ്റബിളിനകത്തുള്ള ജ്യൂസുകൾ ഫുള്ള് എല്ലാം അങ്ങ് പോവും. അതിനുശേഷം നമുക്ക് ചൂടാക്കാൻ വെള്ളത്തിലിട്ടിരിക്കുന്ന പരിപ്പ് കൂടെ കഴുകിയെടുത്തതിന് ശേഷം എങ്ങനെ നമുക്ക് ഇനി സാമ്പാർ വയ്ക്കാമെന്ന് നോക്കാം. ഓക്കേ, എങ്ങനെ സാമ്പാർ തയ്യാറാക്കാമെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പാർ എങ്ങനെ വയ്ക്കുന്ന നോക്കാം. ആദ്യം നമ്മൾ കടുകങ്ങ് വറക്കുന്നു. അതെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ കുക്കർ അടപ്പ് വെച്ചു. അതിനുശേഷം കുക്കർ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവായും കൂടി ഇട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ഈ പരിപ്പിട്ടിട്ട് ഒന്ന് ഇളക്കണം. എന്താണെന്ന് വെച്ചാൽ അസിഡിറ്റി ഉള്ളവർക്ക് നമ്മളിതുപോലെ വെളിച്ചെണ്ണ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് നമ്മളിതിനാവശ്യമായിട്ടുള്ള ഈ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള തുമരയിടുക. ഒന്ന് വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് ചൂടാക്കുകയാണെങ്കിൽ അസിഡിറ്റിയുടെ പ്രോബ്ലം ഇല്ലാതാകും. ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ വെള്ളം ഫുള്ള് മാറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി ഇതിന് ഒരുപാട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ വിസിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. എന്ന് വെച്ചാൽ പരിപ്പ് ഒന്ന് വേവാൻ വേണ്ടി മാത്രം. അതിനകത്ത് നമ്മൾ ഈ പൊട്ടാസ്യമൊക്കെ ഉള്ളവർക്ക് കുറച്ച് ഉപ്പ് ആവശ്യമുള്ളൂ. BP പൊട്ടാസ്യമൊക്കെ ഉള്ളവർക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കല്ലുപ്പാണ് ഞാൻ അവിടെ ഇടുന്നത്. കുറച്ച് കല്ലുപ്പിടുക. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് മാത്രം ഉപ്പിട്ടാൽ മതി. എന്നിട്ട് പരിപ്പും ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന വെജിറ്റബിളും കൂടെ ഒന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായം, പുളി, ഈ പൗഡറുകളെല്ലാം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് പുളിയുടെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് പുളി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത്രയും ഇട്ടതിന് ശേഷം ഇതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ആ സാമ്പാറിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ ഇതിൽ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല. എന്ന് വെച്ചാൽ ഇനി ഇത് പരിപ്പ് മാത്രം പകുതി ചൂടുവെള്ളത്തിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് പരിപ്പ് മാത്രം അത് വേവാനായിട്ടുള്ള വെള്ളം മാത്രം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കുന്ന വരെ വേവിക്കാം. അപ്പോൾ നമ്മൾ മൂടി വെച്ച് ഈ ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കേണ്ടതാണ്. നമ്മൾ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് വെള്ളം കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഇത് ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വെള്ളമില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഒരു ശകലം വെജിറ്റബിൾ സാമ്പാർ പൗഡറായത്
അത് നമുക്ക് ഒന്നൊന്നര ടീസ്പൂണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇത് നമ്മൾ പൊടിച്ച സാമ്പാർ പൗഡറാണ് കേട്ടത്, ഒരു കൊഴുപ്പിന് വേണ്ടി. അപ്പോൾ നമ്മൾ സാമ്പാർ ഇവിടെ തയ്യാറായി. ഇതിന് നല്ലതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാകാം. അതിന് മുന്നേ നമുക്ക് ഇതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ഉപ്പ് ആവശ്യമില്ല, എങ്കിലും കുറച്ച് ഉപ്പ് മതി. പിന്നെ അല്ലാത്തവർക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് ചേർത്ത് കഴിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ സാമ്പാർ, ഇതിനകത്ത് ഉലുവായും കറിവേപ്പിലയും എല്ലാം നമ്മൾ പുഴുങ്ങിയെടുത്തതാണ്. അതുകൊണ്ട് ഇതിനകത്തെല്ലാം ഉണ്ട്. വൈറ്റമിൻസ് എല്ലാം പോകും, പക്ഷേ എല്ലാവർക്കും ക്രിയാറ്റിൻ കൂടുതലായിട്ടുള്ളവർക്കും പൊട്ടാസ്യമാണ് മെയിൻ നമ്മൾ കളയുന്നത്. വെജിറ്റബിളിൻ്റെ എല്ലാം പൊട്ടാസ്യം നമ്മൾ തിളപ്പിച്ച് ഊറ്റി കളഞ്ഞു. അതിനുശേഷം അതിലും തിളച്ച വെള്ളത്തിലിട്ട് പരിപ്പ് അതിന് 5 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിയെടുത്ത് കടുക് പൊട്ടിച്ച് നമ്മൾ മസാല പൗഡറും ചേർത്ത് വെച്ച് സാമ്പാറാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കേ, അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒരു ശകലം നമ്മൾ ഈ വീട്ടിൽ പൊടിച്ചെടുത്ത സാമ്പാർ പൗഡറും കൂടെ 1 ടീസ്പൂൺ ചേർത്തതിന് ശേഷം തിളപ്പിച്ച് സാമ്പാർ ഇവിടെ റെഡിയായി. ഇത് നമുക്കിനി പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ സാമ്പാർ കാസറോളിലോട്ട് മാറ്റി. ഈ സാമ്പാർ എല്ലാ അസുഖക്കാർക്കും കഴിക്കാവുന്ന, പൊട്ടാസ്യവും ഇതിനകത്ത് പൊട്ടാസ്യമൊന്നും ഇല്ലാത്ത സാമ്പാറായതുകൊണ്ട് എല്ലാ അസുഖക്കാർക്കും കഴിക്കാവുന്നതാണ്. ഇത് ചൂട് കളയാതെ നമുക്കിനി അടച്ച് വയ്ക്കാം. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും.